ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൾ അബൌട്ട് DNB. ഇന്നത്തെ വീഡിയോ തുളിപ്സിനെ കുറിച്ചാണ്. നമ്മൾക്ക് ആംസ്റ്റർഡാമിലോ അല്ലെങ്കിൽ നെതർലാൻഡിലോ ഒന്നും പോകാതെ തന്നെ റോമിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ റോമിലുള്ളവർക്ക് തുളിപ്സ് ഗാർഡൻ സന്ദർശിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതാണ് തുളിപ്പ് പാർക്ക് എന്ന് പറയുന്നത്. ഇതിലേക്ക് പോകേണ്ട വഴിയും കാര്യങ്ങളും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പോകേണ്ട വഴിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് അധികമായിട്ടുള്ള തുളിപ്സ് ഒന്നും കാണാനില്ലെങ്കിലും വളരെയധികം വെറൈറ്റീസ് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾക്ക് അവിടെ നിന്നും തുളിപ്സ് പിക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ പോയ സമയം എന്ന് പറയുന്നത് ഏകദേശം 1 മണി 2 മണി നേരമാണ്. 6 മണി വരെയാണ് ഇവിടെ എൻട്രൻസ് ആയിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ പോയ നട്ടുച്ച സമയത്ത് കുറച്ച് ചൂടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തുളിപ്സ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അധികമായിട്ട് വാടിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല സമയം എന്ന് ഞാൻ കരുതുന്നത് ഈവനിങ് സമയമാണ്. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് വിവിധ തരത്തിലുള്ള ത്രത്തൊറിയകൾ, അതായത് ട്രഡീഷണൽ രീതിയിലുള്ള ഫുഡ് സ്റ്റേഷൻസ് അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. തന്നെയുമല്ല, നമ്മൾക്ക് ഈ കാണുന്ന പാർക്കിനോട് ചേർന്ന് ഓപ്പൺ ആയിട്ടുള്ള കുട്ടികൾക്കെല്ലാം ഓടിക്കളിക്കാവുന്ന നല്ലൊരു പാർക്കും തൊട്ട് ചേർന്ന് തന്നെയുണ്ട്. അതും ഒരു ഡെസ്റ്റിനേഷനായിട്ട് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. അതുപോലെ ഫോട്ടോ ഷൂട്ടിങ്ങിനായിട്ട് അവർ പ്രത്യേകമായിട്ട് പല ആംഗിളുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല മനോഹരമാണ്. റീൽസൊക്കെ ചെയ്യാവുന്നവർക്ക് അവിടെ വന്ന് കഴിഞ്ഞിട്ട് അതുപോലെ ഷൂട്ടിങ്ങൊക്കെ നടത്താവുന്നതാണ്. അതിനെല്ലാം പറ്റിയൊരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. വളരെ മനോഹരമായ വിവിധ തരത്തിലുള്ള, എന്നാൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് കാണുമ്പോൾ വളരെ പ്രത്യേകതയൊന്നും പറയാനില്ല. ലൈനായിട്ടാണ് എല്ലാ ഫ്ലവേഴ്സും സെറ്റ് ചെയ്തിട്ടുള്ളത്. എങ്കിലും പല കളേഴ്സും പല വെറൈറ്റീസും ഉണ്ട്. അതൊരു മനോഹാരിത തന്നെയാണ്. മാർച്ച് പകുതിയോടുകൂടിയെങ്കിലും ഇവിടെ സന്ദർശിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന വിസിറ്റേഴ്സ് പ്ലക്ക് ചെയ്ത് പോകുന്നത് കൊണ്ട് പലയിടങ്ങളിലും നമ്മൾക്ക് ഗ്യാപ്പുകൾ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മാർച്ച് പകുതിയോടുകൂടി തന്നെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻട്രൻസ് ഫീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് 8 യൂറോ ആണ്. എനിക്ക് തോന്നുന്നത് അതൊരല്പം കൂടുതലായിട്ട് തന്നെയാണ്. അതുപോലെ ഫ്ലവേഴ്സ് പറിക്കുന്നതിന് അവരൊരു ചാർജ് വെച്ചിട്ടുണ്ട്. 3 ഫ്ലവേഴ്സിന് ഇത്ര രൂപ, അങ്ങനെ ഓരോ ബണ്ടിൽ കണക്കിന് അവരൊരു റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അത് പറിച്ചെടുക്കാവുന്നതാണ്. അവർ ലാസ്റ്റ് അത് എണ്ണി നമ്മൾക്കൊരു ബൊക്കെയായി സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.